എങ്ങനെയാണ് ആ ഒരു എക്സ്പെക്ടേഷൻ കാര്യങ്ങൾ? സന്തോഷമുണ്ട് ബ്രോ, നമ്മളെ ഒരു പടം വരുന്നതിലൊക്കെ ജസ്റ്റ് ഇപ്പോൾ വാഴ 2 ഇപ്പൊ നായകനായിട്ടൊരു ചിത്രം വരെയാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു എക്സ്പെക്ടേഷൻ കാര്യങ്ങൾ? സന്തോഷമുണ്ട് ബ്രോ, നമ്മളെ ഒരു പടം വരുന്നതിലൊക്കെ അല്ല ജസ്റ്റ് അപ്പം ഇപ്പം ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഴ എന്നൊരു സക്സസിന് ശേഷമാണല്ലോ. അപ്പോഴേക്കും എങ്ങനെയാണ് ഒരു ബിഗ് സ്ക്രീനിലേക്ക് ഒരു മിനി സ്ക്രീൻ താരവും കൂടെയാണല്ലോ. എന്തായാലും സന്തോഷമാണ് അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ബിഗ് മിനി സ്ക്രീൻ സ്റ്റാർ ആയിട്ട് ബിഗ് സ്ക്രീനിലേക്ക് വരുന്നതിന്റെ ഒരു ഇതും? സത്യം പറഞ്ഞാൽ എനിക്കെന്തൊരു പറയണമെന്ന് അറിഞ്ഞില്ല. ആദ്യമായിട്ട് ഇത്രയും ക്യാമറയെ ബേസ് ചെയ്ത് ഒരു ഇത് അറ്റൻഡ് ചെയ്യുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല ബ്രോ. എല്ലാം പ്രേക്ഷകരെ സപ്പോർട്ട്, നിങ്ങളെ സപ്പോർട്ടാണ്, ഒരു മീഡിയയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നമ്മളിവിടെ വരെ എത്തിച്ചത്. സന്തോഷമുണ്ട്. താങ്ക് യു ഈ കാണാൻ സപ്പോർട്ട്. ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങിയെന്ന വളരെ ഉപകാരമായിട്ടാ. അതെ, ആ ഫോട്ടോ ഒന്നും തട്ടിടരുത്. എല്ലാവരും എന്നോടാ പറഞ്ഞത്, പക്ഷെ ഞാനല്ല ഇവിടുന്നുള്ള തള്ളു വരുമ്പോൾ ഞാൻ അല്ല ദേവസ്വം എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വന്നോളൂ കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുത്തിട്ടോ. ക്യാമറ ഒന്ന് ഇങ്ങോട്ട് നല്ല ക്യാപ്ഷൻ നല്ല ക്യാപ്ഷൻ
രാജകുമാരിമാരുടെ രാജാക്കന്മാർ അങ്ങനെയൊന്നും ഇടുകയാണ്. പക്ഷേ അത് കാണുമ്പോൾ ചിലർക്ക് ചീത്ത വിളിക്കാൻ തോന്നും. അതുകൊണ്ടാണ് മാക്സിമം നമുക്കൊരു നിങ്ങൾ നല്ല രീതിക്കാണെങ്കിൽ നമുക്ക് ഹാപ്പിയാണ് കേട്ടോ. ഓക്കെ, ബന്ധമില്ലാത്ത ചോദ്യം ചോദിച്ചോ. അല്ല ആവശ്യം എന്നെക്കുറിച്ചാണ് ഞാൻ മര്യാദയ്ക്കുള്ളതല്ല അപ്പുറം. ഞാൻ റീൽ ചെയ്തു വാഴാറ്റവിൻ്റെ പൂജയ്ക്ക് വന്നതാണ്. കംപ്ലീറ്റ് വാഴകളിവിടെ ഉണ്ട്, കാണിച്ചു തരാമെന്നാണ്. നൈസായിക്കോ, എനിക്കത് കുഴപ്പമില്ലാത്ത കാണലല്ലേ, വാഴയുടെ പൂജക്ക് തന്നെ സീനില്ലാത്തതല്ലേ. അതാ സിനിമയുടെ അല്ലാണ്ട് ഈ ലോക്കൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ബിപിൻ ഭായ് അവിടെ കുറച്ചങ്ങോട്ട് ബ്രോ, കുറച്ചങ്ങോട്ട്. അക്ഷയ് കുറച്ച് പേര് മുമ്പിലിരുന്ന തീരുന്ന പ്രശ്നമുള്ളൂ. കുറച്ച് പേര് മുമ്പിലിരുന്ന തീരുന്ന